ഹായ് ഗായ്സ്, പിന്നെ ഇതേ നിങ്ങളുടെ അരുണയാണ്. ഗുഡ് മോർണിംഗ് ടു എവറി വൺ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറിയ കണ്ടൻറ്റായിട്ട് വന്നിരിക്കുവാണ്. ഇന്നത്തെ ദിവസം നോർമൽ റൂട്ടീനായിരുന്നു. പുലർച്ചയ്ക്ക് എണീറ്റു. അപ്പോൾ ഇത് വ്ളോഗ് ചെയ്യാനിരിക്കുവാണ്, ഒരു മിനി വ്ളോഗ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, നോർമലായിട്ട് പോകുന്ന ദിവസം. അപ്പോൾ ഇന്നത്തെ ഇതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കമൻറ്റിലിടണം. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിക്കുമ്പം എൻ്റെ ഒരു കുസൃതി കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ ഡേയ്സ് പഠിക്കുമ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് റോങ് ആയിരിക്കും. അത് സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ട് ടീച്ചർ ബോർഡിൽ എഴുതി ഇടും. ഓക്കെ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക, എന്നിട്ട് ആ മറ്റേ പഴയ ക്വസ്റ്റ്യനെ വെട്ടിയിട്ട് ഈ ന്യൂ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ട് അതിനുള്ള ആൻസർ എഴുതാം. അപ്പം അങ്ങനെ ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എങ്ങാണ്ടും മറ്റാ പറയത്തുള്ളൂ, നോട്ട് ലൈക്ക് എവറി ടൈം അല്ലേ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ ആ സിലബസ് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് എന്തോ ഒരു വിഷമത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ ശരിക്കും ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഉള്ള ഓൾമോസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് വെട്ടിയിട്ട് എനിക്ക് അറിയുന്ന ആൻസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പകർത്തി എഴുതി ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് എന്താണെന്നറിയില്ല, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം കോളാക്കി തന്നിരിക്കുവാണ്, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് മാറ്റി തന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ അറിയാൻ പറഞ്ഞു. അമ്മ കേട്ടപാടെ, എൻ്റെ അമ്മയല്ലേ, കേട്ടപാടെ മനസ്സിലായി, മോളു നീ എന്താ പറയുന്നത്, എനിക്ക് എന്താ പറയാൻ വരുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഈ വായുടെ അടുത്തേക്ക് ഒറ്റൊരു അടിയാണ്. അന്ന് മുതൽ സത്യമായിട്ട് പറയാം, അന്ന് മുതൽ ഇതുവരെ ഞാൻ ഒരു കാര്യത്തിലും നുണ പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ പഠിക്കാതിരിക്കാനോ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. അന്ന് മുതൽ ഞാൻ നന്നായി. അതൊരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ, ഈ അമ്പലങ്ങളിലേക്ക് വിശേഷങ്ങളൊക്കെ വരില്ലേ, കാവലോത്സവമൊക്കെ. അങ്ങനെ അപ്പോൾ നമുക്ക് പാലക്കാട് കൊങ്ങമ്പട, പിന്നെ എന്താ പറയുക, എന്തൊക്കെയോ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ നോർമലായിട്ട്, അമ്പലങ്ങൾ, കാവലോത്സവങ്ങൾ, അമ്പലത്തോത്സവങ്ങൾ, കുംഭാഭിഷേകം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ പോകുമ്പം അമ്മയൊക്കെ പറയുന്നത്, ഓക്കെ നന്നായിട്ട് റെഡി ആയിട്ട് പോകണം, നന്നായിട്ട് ഭക്തിയോടെ അവിടെ പോയി പ്രാർത്ഥിക്കണം. ഇവിടെ ഭക്തി പ്രകടനമൊന്നും അല്ല കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അമ്മമാർ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാതെ അവിടെ വേറൊരു കൂട്ടത്തിൽ പോയി നിന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റിലേക്ക് ഈ ചെറിയ ബോയ്സിനെ നോക്കുക. പക്ഷേ നമ്മുടെ ആ ഒരു ഏജ്, ഒരു ക്യൂട്ട്നെസ് ഉള്ള ഒരു ഏജാണ് ആ സമയത്ത്. അപ്പോൾ അവരെ നോക്കാനായിട്ട് പോവുക, വായി നോട്ടം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവരിട്ടിരിക്കുന്ന ഡ്രസ്സസ്, അവരുടെ ഹെയർ സ്റ്റൈല്, അല്ലെങ്കിൽ മക്കളെ ആമ്പിളേരെ ജസ്റ്റ് ഒന്ന് വായി നോക്കിയിട്ട് വരാൻ ആ ഒരു 1 or 2 hours ഇല്ലേ, അതോടെ തീരും കേട്ടോ. പക്ഷേ അതൊരു നല്ല രസമായിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്ത്. എൻ്റെ ഫ്രണ്ട്സിന് ഇതറിയാൻ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് അമ്പലങ്ങളിലേക്ക് പോകുന്നത് ഈ ഒരു കാര്യത്തിനായിരുന്നു. ഒരു ക്യൂട്ട് ഇൻഫാക്ച്വേഷനാണ് ഞാൻ പറയുന്നത്. അത് നിന്ന് പോകട്ടോ. അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അത് ലവബിൾ ആയിരുന്നു മൊമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം. പിന്നെ ഒരു കാര്യം, എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയില്ല. ഇപ്പോൾ ലെറ്റ്സ് സേ 2001 ഒരു കാര്യം നടന്നു, നമ്മുടെ ഫാമിലിയിൽ ആയിരിക്കും വന്നിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സംഭവം 2001 അല്ലെങ്കിൽ 2002 വേറൊരു ദിവസത്തിൽ അതേ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിരിക്കുന്നതും അതേ ടോപ്പിക് സംസാരിക്കുന്നതും ഞാനും അവിടെ ഇരിക്കുന്നതും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇതേ സംഭവം ലാസ്റ്റ് ഇയർ ഇതുപോലെ നടന്നാണല്ലോ, അല്ലെങ്കിൽ കുറച്ച് മാസം മുമ്പ് നടന്നാണല്ലോ, അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ ഇല്ലേ, എനിക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കുറേ പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ പ്ലീസ് അറിയിക്കും. ഞാൻ കമൻസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അവളോട് കാത്തിരിക്കുകയാണ്. പ്ലീസ് എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി എന്നെ പ്രോത്സാഹിപ്പിക്കുക, എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ തന്നെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.